എളിയവരോടുള്ള സദ്വർത്തമാനമാണ് നമ്മൾ ആഘോഷിച്ചതായിട്ടുള്ള ക്രിസ്തുമസ്. ഇപ്പോഴത് അച്ഛൻ ഓർപ്പിക്കുകയുണ്ടായി. എളിയവരോടുള്ളതായ സദ്വർത്തമാനം, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് ഈ എളിയവരോടുള്ളതായ സദ്വർത്തമാനം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അതെന്നാൽ കന്യകമറിയാം പാടുന്നത് പോലെ അവൻ അഹങ്കാരികളെ ചിതറിച്ചു കളഞ്ഞു, അവൻ ബലവാന്മാരെ സിംഹാസനത്തിൽ മറിച്ചിട്ട് താണവരെ ഉയർത്തി എന്നുള്ളതായ സന്തോഷം, അത് പലർക്കും അലോസരമുളവാക്കുന്നതായിട്ടുള്ള ഒരു സന്ദേശവുമാണ്. അത് സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവർക്കും തള്ളപ്പെട്ടു പോയവർക്കും അതൊരു സദ്വർത്തമാനമാകുന്നുവെങ്കിൽ ഒരു വശത്ത് അത് അനേകർക്ക് പരിഭ്രാന്തി ഉണ്ടാക്കുന്നതായിട്ടുള്ളൊരു സന്ദേശവുമായിട്ട് യേശുവിൻ്റെ ജനനത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് വളരെ അപ്രസക്തമായിട്ടുള്ള ഇടങ്ങളും അപ്രസക്തരായിട്ടുള്ള വ്യക്തികളെയും അപ്രസക്തമെന്ന് തോന്നുന്നതായുള്ള മാധ്യമങ്ങളെയുമാണ് എന്നുള്ളത് നമ്മൾ സുവിശേഷങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നുള്ളതായ ചോദ്യത്തിൽ അവൻ്റെ ഇടത്തെപ്പറ്റിയുള്ളതായ ആ വലിയ സംശയം ഉദിപ്പിക്കുന്നതാണ്. യഹൂദയിലെ വളരെ നിസ്സാരം പിടിച്ച ഒരു ഗ്രാമത്തിൽ അവൻ്റെ ജനനമുണ്ടായത്, സാധാരണക്കാരായ ആളുകളോടുള്ളതായ അവൻ്റെ സഹവർത്തിത്വം ഉണ്ടായത്, ശുശ്രൂഷയിലുടനീളം അവിടുന്ന് സാധാരണക്കാരോട് ചേർന്ന് നിന്ന് നിന്ദ്യമെന്ന് തോന്നുന്നതും അത് ലോകത്തിൻ്റെ മുമ്പിൽ പരിത്യാജ്യമെന്ന് തോന്നുന്നതും അപമാന വിഷയമായതും വധോപാധിയായിട്ട് ലോകം കണ്ടിരുന്നതുമായ കുരിശിനെ രക്ഷയുടെ മകുടമാക്കി തീർക്കുകയാണ്. അതാണ് കർത്താവിൻ്റെ മാർഗം എന്ന് പറയുന്നത്. ആ ക്രൂശിക്കപ്പെട്ട കർത്താവിനെയാണ് നമ്മുടെ കൺവെൻഷൻ വേദികളിലൊക്കെയും ഉയർത്തുന്നത്. വി പ്രീച്ച് ദ ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. നാം പ്രസംഗിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവനായ ക്രൂശിതനായിട്ടുള്ള കർത്താവിനെ അത്രേ. പലപ്പോഴും നമ്മുടെ വചന കേൾവിയിലൂടെ എന്താണ് നമുക്ക് സാധ്യമായി തീരേണ്ടത്? എല്ലാ വർഷവും നമ്മൾ കൺവെൻഷൻ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു, എല്ലാ ദിവസവും നമ്മൾ ബൈബിൾ വായിക്കുന്നു, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ നിന്ന് നമ്മൾ ദൈവവചനം കേൾക്കുന്നു. എന്നാലത് ഓരോ ദിവസവും നമ്മെ പുതുക്കിക്കൊണ്ടേയാണ് ഇരിക്കുന്നത്. ഈ വചനത്തിന് മുമ്പിൽ വളരെയധികം ആർത്തിയോടുകൂടെ ദാഹത്തോടുകൂടെയാണ് എപ്പോഴും നമ്മൾ അടുത്തു വരുന്നത്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ധ്യാനത്തിലും നമ്മുടെ ഒരുമിച്ചുള്ള കേൾവിയിലുമൊക്കെയും വചനം നൽകിത്തരുന്നതായിട്ടുള്ള വലിയ രൂപാന്തരത്തിൻ്റെ അനുഭവമുണ്ട്, വലിയ സ്വാധീനമുണ്ട്. അതൊക്കെയാണ് നമ്മളെ ഈ കൺവെൻഷൻ വേദികളിലേക്കൊക്കെയും കൂട്ടിക്കൊണ്ട് വരുന്നത്. അതിന് ശക്തി അനുഭവിച്ച ഏതാനും ചുരുക്കം ചില ആളുകളെ ദൈവം ഇന്നും നിലനിർത്തുന്നു എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരേറ്റാം. എന്നാൽ ഇന്നത്തെ ലോകത്തിന് ഈ നമ്മുടെ തലമുറകൾക്ക് തന്നെ ഈ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം എന്താണ്, സുവിശേഷം കൊണ്ട് എന്താണ് ജീവിതത്തിൽ, ഈ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കാര്യമൊന്നും നടക്കത്തില്ല എന്നുള്ളതായ ചിന്തയാണ് പലപ്പോഴും നമ്മളെ ഭരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളിതിൽ കൊടുക്കുന്നതായിട്ടുള്ള പ്രാധാന്യം എന്താണ്? ഈ വായിച്ചതായിട്ടുള്ള ഭാഗത്ത് കർത്താവ് പ്രകാരം വളരെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹസിക്കപ്പെടാവുന്നതായിട്ടുള്ള ഒരു സ്ത്രീയുടെ പ്രവർത്തനം അത്രേ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സമൂഹത്തിൽ തള്ളപ്പെട്ടു പോകാമായിരുന്നതായ ഒരു സ്ത്രീയെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പ്രഥമ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. അവളെപ്പറ്റി അവൾ ചെയ്തത് അവൾ തന്നാൽ ആവത് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, സുവിശേഷം പ്രസംഗിക്കത്തൊക്കെയും അവൾ ചെയ്തത് പ്രസംഗിക്കപ്പെടും. അതുതന്നെയാണ് ഇന്നിവിടെ ആ സ്ത്രീയെപ്പറ്റി പ്രസംഗിക്കുവാനുള്ള കാര്യവും. ഇത്രയും വർഷങ്ങൾ കടന്നുപോയി, ഇപ്പോഴും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തൊക്കെയും ഈ സ്ത്രീയെപ്പറ്റി പ്രസംഗിക്കണമെന്നുള്ളത് കർത്താവിൻ്റെ ആഗ്രഹമായതുകൊണ്ടാണ് ഈ ഭാഗം ഞാനുമിന്ന് തിരഞ്ഞെടുത്തത്. ഇവിടെ വായിച്ചതായിട്ടുള്ള ഭാഗത്തും കർത്താവ് ഈ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും യേശു നേരിടുന്നതായിട്ടുള്ള ഒരു
ആൾക്കൂട്ടത്തിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ തൻ്റെ ശിഷ്യരിൽ തന്നെയോ കൂടെയുള്ളവരിൽ നിന്നോ നേരിടുന്നതായിട്ടുള്ളൊരു കൺഫ്രണ്ടേഷനുണ്ട്. അതിന് കർത്താവ് നൽകുന്നതായിട്ടുള്ള ഒരു മറുപടിയും വിശദീകരണവും ഒക്കെയും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് കർത്താവിനോട് അവർ മറുത്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, അവരുടേതായിരിക്കുന്ന ധാരണകളെ മുറിപ്പെടുത്തുന്നതായിട്ടുള്ള, അവരുടെ ഈഗോ മുറിവേൽക്കപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് സംഗതികൾ യേശു കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്ന് സുവിശേഷം യഥാർത്ഥമായി പ്രസംഗിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഹർട്ടാകുന്നത്, ആർക്കാണ് ഹർട്ടാകുന്നത്, ആർക്കാണ് പ്രയാസമുണ്ടാകുന്നത്? അത് നിലനിൽക്കുന്നതായിട്ടുള്ള ചില പ്രത്യേകമായ ധാരണകളോടും ഒക്കെയുള്ളതായ ഒരു ചലഞ്ചായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ മനസ്സിൻ്റെ ധാരണകളെയൊക്കെയും നമുക്ക് രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം യേശുവിൻ്റെ സുവിശേഷം ഇന്നും ലോകത്തോട് സംസാരിച്ചു കൊണ്ടേയാണ് ഇരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ദിനംതോറും ദൈവവചനത്തിലൂടെ നമ്മുടെ ബോധ്യങ്ങളെ നമ്മൾ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയാണ് ഇരിക്കുന്നത്. നമ്മൾ വചനം വായിക്കുമ്പോഴും ഓരോ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് ഈ നമ്മുടെ ബോധ്യങ്ങളിൽ പുതിയ രൂപാന്തരം സംഭവിക്കുകയാണ്, പുതിയ ബോധ്യങ്ങളിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. അതിലൂടെയാണ് നമ്മൾ ദിവസത്തോറും ദൈവകൃപയിൽ വളരുവാനായിട്ടൊക്കെയും നമ്മൾ ഇടയായിത്തീരുന്നത്. നമ്മുടെ ഓരോ വർത്തനാരീതികൾ, നമ്മുടെ പെരുമാറ്റം, മറ്റുള്ളവരോടുള്ളതായ നമ്മുടെ സമീപനം, ഇതൊക്കെയും നമ്മൾ ശ്രദ്ധിക്കുകയും അത് നമുക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് തീരുകയും ചെയ്യുകയാണ്. നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ? നമ്മുടെ വർത്തനാരീതികൾ, നമ്മുടെ ഭാഷ, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിലുള്ള നമ്മുടെ ഓരോ അനുഭവങ്ങളിലും നമ്മൾക്ക് വരുത്തേണ്ടതായിട്ടുള്ള വ്യത്യാസം എന്താണ്? അതൊക്കെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വചനമാണ് നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തതയുള്ളതാക്കി തീർക്കുന്നത്, രൂപാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ഈ നമ്മുടെ ജീവിതത്തിന് മുമ്പായിട്ട് തുറന്നു വയ്ക്കുന്നതായിട്ടുള്ളൊരു കണ്ണാടിയായിട്ടുള്ള ഈ വചനം കർത്താവ് തൻ്റെ ശിഷ്യരോടും അടുത്തിരിക്കുന്നവരോടുമൊക്കെയും പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഒരു സംഭവം ഇവിടെ വിവരിച്ചിരിക്കുമ്പോൾ അവർക്കും അവിടെ കൂടിയിരുന്നവരിലും ചിലർക്ക് ചില പ്രയാസങ്ങളുണ്ടാകുകയാണ്. ഈ സംഭവം തന്നെ മറ്റ് സുവിശേഷങ്ങളിലുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലും മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അല്പം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ ഇതിനെ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇതാ അവനൊരു സ്ത്രീ എന്ന് മാത്രം പറഞ്ഞിരിക്കുമ്പോൾ യോഹന്നാനിൽ നമ്മളത് വായിക്കുന്നു, അത് മറിയ ആകുന്നു എന്നുള്ളത് വായിക്കുന്നു. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തു തന്നെ ആയിരുന്നാലും ആ സ്ത്രീയുടെ സമീപനം എന്താണ്? ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ മരണത്തെപ്പറ്റിയുള്ള മുൻകൂട്ടിയുള്ള അറിവ് ലഭിച്ചിരുന്നതായിട്ടുള്ള ഒരു സ്ത്രീയായിട്ടാണ് നമുക്ക് അവളെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് ഈ ഭാഗം ഇവിടെ പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ആരാധനയുടെ മനോഭാവത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ഉള്ളത്തിൽ നിന്നുള്ള ആഴത്തിൽ നിന്നുള്ള അവളുടെ ക്രിസ്തുവിനോടുള്ളതായ സമീപനമാണ് ഇത് ഈ ഭാഗം വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശമരിയ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുന്ന അവസരത്തിൽ അവൾ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതായ ചോദ്യം. ആരാധന എങ്ങനെയുള്ളതായിരിക്കണം? അവളവിടെ കർത്താവ് പറയുന്നുണ്ട്, ദൈവം ആത്മാവാകുന്നു, സത്യ ആരാധകർ അവനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് പറയും. എന്താണ് സത്യത്തിലും ആത്മാവിലും ഉള്ളതായ ആരാധന? സത്യസന്ധമായിരിക്കുന്ന ഹൃദയവും സ്നേഹത്തിൻ്റെ ആത്മാവുമാണ് നമ്മെ യഥാർത്ഥത്തിലുള്ള ആരാധനയ്ക്ക് വേണ്ടി നയിക്കേണ്ടത്. യേശു കർത്താവ് പരീശരുടെ മനോഭാവത്തെ വിമർശിച്ചു. അവരുടെ ആരാധനയുടെ അനുഭവങ്ങളെയൊക്കെയും അവൻ വിമർശനാത്മകമായിട്ടൊക്കെയും കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ
പോസ്റ്റർ എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ രീതി എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥതയുടെ അനുഭവത്തിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള അനുഭവമായിരിക്കണം. യഥാർത്ഥമായിട്ടുള്ള സത്യസന്ധതയുടെ അനുഭവത്തോടും സ്നേഹത്തിൻ്റെ ആത്മാവോടും കൂടെയാണോ ആരാധനയ്ക്ക് വേണ്ടി അടുത്തു വരുന്നത് എന്നുള്ളത് അവരോട് ചോദിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് ഉയരുന്നതായിട്ടുള്ള ഒരു ആരാധനയുടെ മനോഭാവത്തോടുകൂടെ യേശുവിനെ സമീപിക്കുന്നതായിട്ടുള്ള ഒരു സ്ത്രീ. എന്നാൽ അവിടെ കൂടിയിരുന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം അവരുടെ മനോഭാവം അതിൽ നിന്ന് വ്യത്യസ്തതയുള്ളതാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ ആകരുത്, ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ബാഹ്യമായിട്ടുള്ള ആചാരങ്ങളിലും പ്രകടനങ്ങളിലും അല്ല ആരാധനയെന്നുള്ളത് കർത്താവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഈ സ്ത്രീയുടെ യേശുവിനോടുള്ളതായ സമീപനം വ്യത്യസ്തമായി തീർന്നത് അവളുടെ യേശുവിനോടുള്ള ആരാധനയുടെ മനോഭാവത്തിലുള്ളതായ വ്യത്യാസമാണ്. എന്താണ് കർത്താവിന് വേണ്ടി എനിക്ക് സമർപ്പിക്കുവാനുള്ളത്? നമ്മളൊരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇനിയും 2 ദിവസം കൊണ്ട് മാത്രമേ ഉള്ളൂ. ഈ ഒരു വർഷം നമ്മൾക്ക് ദൈവം തമ്പുരാൻ ചൊരിഞ്ഞു തന്നതായിട്ടുള്ള അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതായിട്ടുള്ള അവസരമാണ് നമ്മെ സംബന്ധിച്ചോളം ഈ ദിവസങ്ങൾ. എന്താണ് ദൈവത്തിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്? ദൈവമുമ്പാകെ നമ്മുടെ നന്ദിയുടെയും സ്തോത്രത്തിൻ്റെയും അനുഭവമായിട്ട് ആരാധന തീരേണ്ടിയിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാനവന് എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രമെടുത്ത് സർവ്വജനവും കാണുകെ ഞാൻ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാനവൻ എന്ത് പകരം കൊടുക്കും? കർത്താവ് നമുക്ക് ചെയ്തതായിട്ടുള്ള ഉപകാരങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുവാനായിട്ട് ആരാധനയിലൂടെ നമുക്ക് സാധിക്കണം. ഈ സ്ത്രീയെപ്പറ്റി പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചിത്രീകരണമൊക്കെയും നമ്മൾ കാണുമ്പോൾ അവൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ അവൾ കടപ്പെട്ടിരുന്നതായിട്ടുള്ള വ്യക്തിയായിരുന്നു. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ ഈ സംഭവത്തിൻ്റെ മറ്റൊരു വിവരണം നമ്മൾ വായിക്കുന്നുണ്ട്. 36-ാമത്തെ വാക്യം മുതൽ അവിടെയും ഇതിന് സമാനമായിട്ടുള്ള ചിത്രീകരണമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് കാൽ തുടച്ചു, ചുംബിച്ചു, തൈലം പൂശി. ഇത് കണ്ടു നിൽക്കുന്നതായിട്ടുള്ള പരീശനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം വെറുപ്പുളവാക്കുന്ന, അല്ലെങ്കിൽ അവളെ നിന്ദയ്ക്ക് വിധേയയാക്കുന്നതായിട്ടുള്ള അനുഭവമാകുന്നു. ഈ ഒരു സമൂഹത്തിൽ വെച്ച് ഒരു പ്രവാചകനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇപ്രകാരം അവനോട് ഇടപെടുന്നതിന് സാധിക്കുമോ? ഇവൻ എങ്ങനെയുള്ള പ്രവാചകനാണ്? അപ്പോൾ കർത്താവ് ഒരു ഉപമയാണ് അവരോട് പറയുന്നത്. അവിടെ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും വീട്ടുവാൻ അവർക്ക് വകയില്ലാകിയാൽ അവരിൽ ആർക്ക് ഇളച്ചു കൊടുക്കുമെന്ന്. അവരിൽ 6 അവനെ അധികം സ്നേഹിക്കും. അപ്പോൾ പറയുന്നു, എന്താണ്? കൂടുതൽ ഇളച്ചു കിട്ടിയവൻ കൂടുതൽ സ്നേഹിക്കും, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഈ സ്ത്രീയെ സംബന്ധിച്ചോളം അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ചിറങ്ങിയതായിട്ടുള്ള പാപക്ഷമയുടെ അനുഭവത്തിന് മുമ്പിലുള്ള അവളുടെ സമ്പൂർണമായിട്ടുള്ള സമർപ്പണത്തെ അത്രയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അനുതാപത്തിൻ്റെ കണ്ണുനീർ കൊണ്ട് കർത്താവിൻ്റെ കാൽ കഴുകി തുടച്ച് തലമുടി കൊണ്ട് തുവർത്തുന്നതായിട്ടുള്ള അനുഭവം. യേശുക്രിസ്തുവിൻ്റെ ഈ സമീപനം ഈ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ വളരെ
പ്രയാസകരമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോയ വ്യക്തിയെ സംബന്ധിച്ചോളം യേശു അവളെ ശ്ലാഘിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇവിടെ കർത്താവ് പറയുന്നു, ഇവിടെ ഇപ്പോൾ വായിച്ചതായുള്ള ഭാഗത്ത്, അവൾ എൻ്റെ കല്ലറയിലെ അടക്കത്തിന് എൻ്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചതാകുന്നു എന്ന് പറയുന്നു. യേശു തൻ്റെ മരണത്തെപ്പറ്റി പല പ്രാവശ്യം സുവിശേഷങ്ങളിലൊക്കെയും പറയുന്നുണ്ട്. എന്നാൽ ആ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള, യേശു മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ആ ശിഷ്യന്മാരാരും തന്നെ വേണ്ട രീതിയിൽ കാര്യമായി എടുത്തില്ല എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചോളം അവൾ അതിനെ, യേശുവിൻ്റെ മരണത്തെ മുൻകൂട്ടി അറിഞ്ഞ് അതിനുള്ളതായ ഉപചാരം ചെയ്തതായിട്ടുള്ള വ്യക്തിയാണ്. യേശുവിനെ വിശ്വസിക്കുവാനും യേശു പറഞ്ഞതിൽ വിശ്വസിപ്പാനും ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചോളം അവൾക്ക് അപ്രകാരം യേശുവിൻ്റെ വാക്കുകൾ അപ്പാടെ വിശ്വസിക്കുവാനായിട്ട് സാധിച്ചു. യേശുവിൻ്റെ മരണത്തെപ്പറ്റിയുള്ളതായ അറിവ്, അവൻ എങ്ങനെയാണ് മരിക്കുവാനായിട്ട് പോകുന്നത്, അവൻ്റെ മരണം സാധാരണയൊരു മരണമല്ല, പിന്നെയോ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും മറ്റുള്ളവരുടെ അടിയേറ്റും ഈ കർത്താവ് എല്ലാവരുടെയും നിന്ന ഏറ്റുകൊണ്ട് മരിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ ജനനത്തെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയും യേശുവിനെ കൊണ്ടുവന്ന് എന്തൊക്കെയാണ് വിദ്വാൻമാർ കൊണ്ട് കാഴ്ചവെച്ചത്? നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ല. പൊന്നെ മൂര് കുന്തിരിക്ക. ഒത്തിരി പ്രസംഗം കേട്ട് കഴിയുമ്പോൾ കൺഫ്യൂഷനാകും, എന്തൊക്കെയാണ് പറയുന്നവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? പൊന്നെന്തിൻ്റെ സൂചിപ്പിക്കുന്നു? രാജാവ്, രാജത്വത്തെ സൂചിപ്പിക്കുന്നു. മൂര്, കുന്തിരിക്കം പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. മൂരെന്തിനെ സൂചിപ്പിക്കുന്നു? അവൻ്റെ ആസൻ്റെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവ് എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത്? മരിക്കുന്നവർക്ക് അർപ്പിക്കുന്നതായിട്ടുള്ള, ലേപനം ചെയ്യുന്നതായിട്ടുള്ള മൂര് സമർപ്പിച്ചപ്പോൾ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് അവൻ മരിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. അവൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള ഒരു വലിയ പ്രവർത്തനമാണ് ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ സ്ത്രീയുടെ ആ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ അവളെ പ്രശംസിക്കുന്നതായിട്ടുള്ള കർത്താവ്, അതിന് അവളോട് തോന്നുന്നതായിട്ടുള്ള അസൂയ മനോഭാവം ഇന്ന് പലപ്പോഴും നമുക്ക് വേദപുസ്തകത്തിലും ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ആരാധനയിൽ ദൈവത്തിൻ്റെ പ്രസാദകരമായിട്ടുള്ള അനുഭവമായി തീരേണ്ടതായിട്ടുള്ള ആരാധന പലപ്പോഴും അത് പരസ്പരമുള്ള സ്പർദ്ധയ്ക്കും വിദ്വേഷത്തിനും പകയ്ക്കുമൊക്കെയും കാരണമായി തീരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്? അവിടെയും ആരാധനയിലാണ് വഴക്കാരംഭിക്കുന്നത്. സഹോദരന്മാർ ആരൊക്കെയാണ്? കായീനും ഹാബേലും. അവർ പോയി ബലിയർപ്പിച്ചു. എന്നാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരാളുടെ ബലി ആരുടെ ബലിയാ സ്വീകരിച്ച്? ഹാബേലിൻ്റെ ബലി സ്വീകരിച്ചു. ആരുടെ ബലി സ്വീകരിച്ചില്ല? എന്തുകൊണ്ടാണ് കായൻ്റെ ബലി സ്വീകരിക്കാൻ? നമ്മുടെ സൺഡേ സ്കൂളിലെ കുട്ടികൾ ആരോ ഉത്തരം പറഞ്ഞു, ദൈവത്തിന് നോൺ വെജിറ്റേറിയൻ ആയിരുന്നു ഇഷ്ടം, അതുകൊണ്ടാണ് അത് സ്വീകരിക്കാതെ പോയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളതിനെപ്പറ്റി തീർത്തൊന്നും എനിക്കിപ്പം പറയാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഒരാളിൽ ദൈവം പ്രസാദിച്ചത് മറ്റേയാളിന് അസൂയുണ്ടാക്കി, നീരസമുണ്ടാക്കി. അവിടെ കാണുന്നത് ദൈവം കയ്യീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമത് പറയുന്നു, ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു. അതുകൊണ്ട് ദൈവം പ്രസാദിക്കുന്നത്, ആദ്യമേ ആ വാചകം വളരെ ശ്രദ്ധേയമാണ്, ആദ്യം ആ വ്യക്തിയിലാണ് ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകുന്നത്. അവർ സമർപ്പിച്ചത് എന്താണെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ പിന്നിലുള്ളതായ വികാരം, അതിൻ്റെ പിന്നിലുള്ളതായ ഹൃദയത്തിൻ്റെ ശോധന ചെയ്യുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആ വലിയ ദൈവം മുമ്പാകെ അവരുടെ സത്യമായിട്ടുള്ള
സത്യസന്ധമായിട്ടുള്ള ഹൃദയം, സ്നേഹത്തിൽ ഉടലെടുക്കുന്നതായിട്ടുള്ള ആരാധനയുടെ അനുഭവം, അതാകുന്നു ദൈവം, അതിലാകുന്നു പ്രസാദിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഒരു അനുഭവത്തിൽ തന്നെ ഈ ആരാധനയുടെ അനുഭവമായിത്തീരണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ത്രീയെ സംബന്ധിച്ചോളം അവൾ ദൈവസന്നിധിയിൽ അവൾ അർപ്പിച്ചതായിട്ടുള്ള ആ ആരാധനയുടെ അനുഭവത്തെ ഇതാ കർത്താവ് അംഗീകരിക്കുന്നു, അവളെ പ്രശംസിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർ അവളെ ഇകഴ്ത്തിക്കാണുവാനായിട്ടും മറ്റുള്ളവർ അവരെ താഴ്ത്തിക്കെട്ടുവാനും ഒക്കെയും ശ്രമിക്കുന്നതായിട്ടുള്ള സമയത്ത് അവളെ ശ്ലാഘിച്ച് സംസാരിക്കുന്നതായിട്ടുള്ള കർത്താവ്, ആ ഒരു ദൈവപ്രസാദം ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് യഥാർത്ഥത്തിൽ ആരാധനയിലൂടെ നമുക്ക് സാധിക്കേണ്ടത്. ദൈവപ്രസാദമുള്ള അനുഭവമായി നമ്മുടെ ആരാധനയുടെ അനുഭവങ്ങൾ ദൈവസന്നിധിയിൽ തീരേണ്ടതുണ്ട്. അതുപോലെ നമ്മളിവിടെ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ അവിടെ ചില ഭാഗത്ത് കാണുന്നു 300-ൽ അധികം വെള്ളിക്കാശ്, അതായത് അത് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ പറയുന്നുണ്ട്. ഒരു സാധാരണ ഒരു വ്യക്തിയുടെ ഒരു വർഷത്തെ വേതനമെന്നൊക്കെയും പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു അനുഭവം കർത്താവിന് കാഴ്ചവെക്കുകയാണ് അവൾ. അപ്പോൾ അതിലൂടെ എന്താണ് പറയാനായിട്ട് സാധിക്കുന്നത്? അവൾ എന്താണ് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്? അവൾ അതിനെ കണക്ക് കൂട്ടുന്നത്, എന്നാൽ കൂടെ ഇരുന്നവരാണ് അത് കണക്ക് കൂട്ടി പറയുന്നത്, ഇത് ഇത്രയും പൈസയ്ക്കുള്ള ഒരു തൈലമുണ്ടല്ലോ എന്ന് പറയുന്നത്. അവളെ സംബന്ധിച്ചോളം അത് കർത്താവിന് പാദപീഠത്തിൽ അവനെ അഭിഷേകം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവളെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ടുള്ളത്. എന്നാൽ കൂടെ നിന്ന് ആളുകൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അവളുടെ ജീവിതത്തിൽ ഈ ഭൗതികമായിട്ടുള്ള ഈ നേട്ടങ്ങളോ ഭൗതികമായിട്ടുള്ള ഇതിൻ്റെ മൂല്യമോ അല്ല അവൾ വിലമതിച്ചത്, പിന്നെയോ അത് കർത്താവിന് സമർപ്പിക്കുക, ഇതിനേക്കാൾ ഉപരിയാണ് കർത്താവിന് നൽകുന്നതായിട്ടുള്ള ആരാധന എന്നുള്ളത് യഥാർത്ഥത്തിൽ അവൾ തിരിച്ചറിഞ്ഞവളായിരുന്നു. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ അതിനെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്ക് ഇത് ദൈവമുമ്പാകെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. ദൈവമുമ്പാകെ നമ്മളുടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണോ അതോ ദൈവികമായിട്ടുള്ള സമർപ്പണത്തിൻ്റെ അനുഭവങ്ങളിലേക്കാണോ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്? നമ്മൾ നൽകുന്നതായിട്ടുള്ള ആ ലോകത്തിനും ലോകത്തിൻ്റെ വസ്തുക്കൾക്കും ലോകത്തിൻ്റെ മൂല്യങ്ങളുമല്ല, പിന്നെയോ ദൈവികമായിട്ടുള്ള ദൈവം വില നൽകുന്നതിന് ദൈവം മൂല്യം കൽപ്പിക്കുന്നതായിട്ടുള്ള സമർപ്പണത്തെയാകുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അധികം ഇളച്ചു കിട്ടിയവളായിരിക്കുന്ന അവൾ അധികമായിട്ട് സ്നേഹിക്കുന്നവളായി തീരുകയാണ്. സഖായിയുടെ വീട്ടിൽ കർത്താവ് ചെന്നപ്പോൾ അവിടെ എന്താണ് പറഞ്ഞത്? ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് സഖായി പ്രവേശിക്കുന്നത്? സഖായിയുടെ ജീവിതത്തിൽ തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുവാനായിട്ട് ഈ യേശുവിൻ്റെ രക്ഷയുടെ അനുഭവം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് ലഭിക്കുന്ന ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളെല്ലാം നശ്വരമെന്ന് കാണുവാൻ തക്കവണ്ണം അതിനൊരു 2ാം സ്ഥാനം മാത്രം കൊടുക്കുന്നതായിട്ടുള്ളൊരു മനോഭാവം, അതിലൂടെ ആ വീടിന് ലഭിക്കുന്ന രക്ഷയാണ്, അതിനാണ് മുൻതൂക്കം സഖായി നൽകിയതുകൊണ്ടാണ്. ഇന്ന് നമുക്ക് കർത്താവിൻ്റെ രക്ഷയിലാണോ നമ്മുടെ സന്തോഷം, അതോ നമ്മുടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിലാണോ സന്തോഷം എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും നമുക്ക് ദൈവമുമ്പാകെ നമ്മൾ എന്തിനാണ് മൂല്യം കൽപ്പിക്കുന്നത്? ദൈവത്തിന് വേണ്ടി നൽകുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് വേർതിരിപ്പാനായിട്ട് സാധിക്കുമ്പോൾ അവിടെ രക്ഷയുടെ സന്തോഷത്തിനാണ് ഏറ്റവും വിലമതിക്കപ്പെട്ടത്. അതിനേക്കാൾ അപ്പുറമായിട്ട് ലോകത്തിൻ്റെ സമ്പാദ്യങ്ങളിലല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് നമ്മളോടിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് രക്ഷയുടെ സന്തോഷമാണോ വേണ്ടിയത്, അതോ ഈ ധനപരമായിട്ടുള്ള നേട്ടങ്ങളുടെ അനുഭവങ്ങളിലൂടെയുള്ള സന്തോഷമാണോ വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കെന്താണ് നമ്മുടെ ഉത്തരം എന്നുള്ളത് നമ്മൾ ശാന്തമായിട്ട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.
ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് അടുത്തു വരുവാനായിട്ട് ഈ സ്ത്രീക്ക് സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് ആ സ്ത്രീയുടെ ജീവിതത്തെപ്പറ്റി നമ്മൾ കാണുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും ദൈവാശ്രയവുമുള്ളതായ ഒരു അനുഭവം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനിയും എന്ത് എന്നുള്ളതല്ല, തനിക്ക് ലഭിച്ചതൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കാഴ്ചവെക്കുന്നതായിട്ടുള്ള അനുഭവം. യേശു കർത്താവ് അതിൻ്റെ മൂല്യം നോക്കിയാണോ അവളെ പ്രശംസിച്ചത്? ഒരിക്കലുമല്ല. കർത്താവ് 2 കാശിട്ട വിധവയെ, ധനിയന്മാർ ഒരുപാട് അവളിട്ടതിനേക്കാൾ എത്രയോ മടങ്ങ് സമ്പാദ്യങ്ങളിൽ നിന്ന് ധനികന്മാർ എല്ലാവരും കാണെ സമർപ്പിച്ചു. എന്നാൽ ആ വിധവയായിരിക്കുന്ന സ്ത്രീയുടെ ആ 2 വെള്ളിക്കാശ് അതാണ് കർത്താവിൻ്റെ സന്നിധിയിൽ വിലയേറിയതായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അർപ്പിക്കുന്നതായിട്ടുള്ള നമ്മുടെ നേട്ടങ്ങളോ നമ്മുടെ ഭൗതികതയുടെ അളവോ വെച്ച് നോക്കിയല്ല കർത്താവ് അതിനെ ശ്ലാഘിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. പിന്നെയോ നമ്മുടെ ജീവിതത്തിലൂടെയുള്ള സമർപ്പണം അതിൻ്റെ പിന്നിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളതായ അർത്ഥത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ജീവിതത്തെ എങ്ങനെയാണ് ഈ സമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ നമ്മൾ കാണുന്നു, കർത്താവ് അവളെ ശ്ലാഘിച്ചുകൊണ്ട് പറയുന്നു. കർത്താവിൻ്റെ മനോഭാവമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നന്മ ചെയ്യുവാൻ, അപ്പോൾ അവരെ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നു, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവളോട് ദരിദ്രർക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നുവല്ലോ എന്ന് അവിടെ കൂടിയിരുന്നവർ പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, അവളെ വിടുവീൻ, അവളെ അസഹ്യപ്പെടുത്തുന്നതെന്ന്. അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്ര നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ദരിദ്രർക്ക് സഹായം എത്തിച്ചു കൊടുക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നുള്ള അവസരം നമ്മുടെ പക്കൽ എപ്പോഴും ഉണ്ട്. കർത്താവ് അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ദരിദ്രർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതായ അർത്ഥത്തിലല്ല. എപ്പോഴും ദരിദ്രന്മാരായിട്ട് തന്നെ തുടരണം എന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് പറയുന്നു. പിന്നെയോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനുള്ള അവസരം എപ്പോഴും നമ്മുടെ മുൻപാകെ ഉണ്ടല്ലോ. ഇന്നും നമുക്ക് എത്രയോ അവസരങ്ങളാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നുള്ള അവസരങ്ങളുള്ളത്. പല എക്സ്ക്യൂസസാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ എപ്പോഴും നമുക്ക് മുൻപിലുണ്ടല്ലോ എന്ന് പറയുന്നതായിട്ടുള്ള കർത്താവിൻ്റെ വാക്കുകൾ, ആ അനുഭവം നമ്മൾ പ്രത്യേകിച്ച് ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ചോളം അവളുടെ സമ്പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തെ കർത്താവ് ഇവിടെ ശ്ലാഘിച്ചുകൊണ്ട് പറയുന്നു, അവൾ ചെയ്തത് ലോകത്തിലെങ്ങും എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുന്നതായിട്ടുള്ള സദ്വർത്തമാനമായി തീരുവാനായിട്ട് പോവുകയാണ്. ഏത് ചെറിയ സമർപ്പണത്തെയും ദൈവസന്നിധിയിൽ വളരെ വിലയേറിയതാണ്. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഏതൊരു ചെറിയ പ്രവൃത്തിയും ദൈവസന്നിധിയിൽ വളരെ വിലപ്പെട്ടതാണ്. അത് ആത്മാർത്ഥതയോടുകൂടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും സ്നേഹത്തോടുകൂടെയും നമ്മൾ അർപ്പിക്കുന്നതായിട്ടുള്ള ഓരോന്നും ദൈവം അതിനെ സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മളെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് ഇപ്രകാരം പ്രവർത്തിക്കുന്നതിനുള്ള സാധ്യതകളും അവസരങ്ങളും ഒക്കെയും ദൈവം നൽകിയിരിക്കുകയാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്നത് നമ്മെ സംബന്ധിച്ചോളം ഇന്ന് ഒരു നഷ്ടമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അപ്രകാരമുള്ള ചിന്തയിലേക്ക് പോകുന്നതായിട്ടുള്ളൊരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമ്മുടെ അടുത്ത പ്രദേശത്ത് ജീവിച്ച ഒരു വ്യക്തി, നാട്ടിൽ നിന്ന് പോയ ഒരു വ്യക്തിയാണ് ബ്രദർ ജോർജ് വർഗീസ്. ഞങ്ങളൊക്കെ ഗ്രാമക്കാരൊക്കെ സാധുജി എന്ന് വിളിക്കുമായിരുന്നു, തങ്കച്ചായൻ. ഈ നിങ്ങളുടെ ശാലയും ഇടവകയിലെ അംഗം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള ഈ സമർപ്പണം ഒരു ആശ്രമ ജീവിതത്തിലൂടെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഒത്തിരി എന്നെ സ്വാധീനിച്ചതായിട്ടുള്ളൊരു ഘടകമെന്ന് പറയുന്നു. അദ്ദേഹം അവിടെ ജീവിച്ചു, ശുശ്രൂഷിച്ചു. അദ്ദേഹം അവിടെ തീർന്നുപോയി. ആർക്കെങ്കിലും അറിയാമോ? ലോകത്തിന് ആർക്കും അറിയത്തില്ല. ഇവിടെയുള്ളവരും അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടോ എന്ന് തന്നെ അറിഞ്ഞുകൂടാ. വളരെ വളരെ ചെറിയ ഒരു സിമ്പിളായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചതായിട്ടുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. എന്നാൽ അവിടെയുള്ള അനേകർക്ക് ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയതായിട്ടുള്ളൊരു വ്യക്തി.
ഈ സ്ത്രീയുടെ കാര്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ നന്മ പ്രവർത്തികൾ എന്നും നിലനിൽക്കുകയാണ്. അത് ലോകം അംഗീകരിക്കുകയോ ശ്ലാഘിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. എന്നാൽ സുവിശേഷം പ്രസംഗിക്കുന്നതൊക്കെയും ഈ ഒരു സമർപ്പണത്തിൻ്റെ അനുഭവം എപ്പോഴും ഓർമ്മിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് ഈ സുവിശേഷത്തെ പ്രതി ഈ കർത്താവിനുള്ള സമർപ്പണത്തെ നമ്മളിന്നൊരു അതൊരു ചിലവായി പോക്കായിട്ട് നഷ്ടമാകലായിട്ട് പലപ്പോഴും നമ്മൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മളേത് ശുശ്രൂഷയിലേക്കാണ് പറഞ്ഞയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? നമ്മളിന്ന് ലോകത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾക്ക് പിന്നാലെ അതാണ് മൂല്യമുള്ളത് എന്ന് നമ്മൾ പലപ്പോഴും കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ദൈവമുമ്പാകെ ഏറ്റവും വിലയുള്ളത് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി ജീവിതത്തെ ചെലവിടാനും ചെലവായി പോകുവാനുമുള്ള സന്നദ്ധതയോടുകൂടെ ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി തീരുന്നത് എന്നുള്ള വലിയ കാഴ്ചപ്പാട് നമ്മളെ ഓരോരുത്തരെയും ഭരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കണ്ട ഒരു തലമുറ നമുക്ക് മുൻപേ കടന്നുപോയി. എന്നാൽ ഇന്ന് അത് ജീവിച്ച് കാണിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ചെറിയ ചെറിയ നന്മയുടെ പ്രവർത്തികൾ പലപ്പോഴും മറ്റുള്ളവർ മറന്നുപോയെന്നിരിക്കാം. പലപ്പോഴും മറ്റുള്ളവർ നിരാകരിച്ചു എന്ന് വന്നേക്കാം, തമസ്കരിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ ദൈവമുമ്പാകെ അവയ്ക്കുള്ളതായ വലിയ മൂല്യവും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ഒരു കൺവെൻഷനിലൂടെ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ദൈവവചനം നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ വചനം കേൾക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിലുള്ള ആശ്രയത്തിൽ കൂടുതൽ വളർന്നു വരുവാനായിട്ട് ഈ നാളുകളിൽ സാധിക്കണം. ആ വിധവയായിരിക്കുന്ന സ്ത്രീയുടെ അടുക്കലേക്ക് ഏലിയാ പ്രവാചകൻ ചെന്നിട്ട് പറയുമ്പോൾ അവൾക്കുള്ള എല്ലാ ഉപജീവനത്തിൽ നിന്നും അവൾക്കിനിയും അടുത്ത നിമിഷത്തേക്ക് എന്തുണ്ട് എന്നുള്ളത് പോലും ചിന്തിക്കാതെ ആ സറഫാത്തിലെ വിധവ ആ എലിയാവിന് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. എന്നാൽ ആ സമർപ്പണത്തിൻ്റെ അനുഭവത്തെ പറയുകയാണ്, ഇനിയും നിനക്കൊരു കുറവും സംഭവിക്കുകയില്ല എന്ന് പറയുകയാണ്. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടുവാനില്ല. അതുമാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ നേട്ടം എന്ന് നമ്മൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു. ഈ ദേശമൊക്കെ അറിയപ്പെട്ടത് നമ്മുടെ ദൈവീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചവരിലൂടെയാണ്. ലോകത്തിൻ്റെ പിന്നാലെ പോയി ഓടി അധ്വാനിച്ചവരെയൊക്കെ ഒന്നും ലോകം ഇന്ന് ഓർക്കുന്നേയില്ല. എന്നാൽ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചവരിലൂടെ ഇന്നും തലമുറകൾ ഓർമ്മിക്കപ്പെടുന്നു. അനുഗ്രഹീതരായി തീർന്നിട്ടുള്ള അനേക ആളുകൾ ഇന്നും ഈ തലമുറകളിൽ ജീവിക്കുന്നു എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്, വിലമതിക്കേണ്ടത് എന്തിനെയാണ്? കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കേണ്ടതിനെയാണ് നമ്മൾ വിലമതിക്കേണ്ടത്. അതാണ് ഇരിക്കേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാഥമികത എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് ഈ കൺവെൻഷൻ യോഗങ്ങളിൽ നമ്മളിന്ന് പ്രത്യേകിച്ചും ഇന്ന് പ്രാഥമികമായിട്ട് ഇന്നത്തെ ഈ രാത്രികാലം ദൈവസന്നിധിയിൽ വന്ന് നമ്മൾ അടുത്ത് വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താം, സമർപ്പിക്കാം. കർത്താവിന് വേണ്ടി നമ്മുടെ മുമ്പാകെ നമുക്ക് എന്താണ് സമർപ്പിക്കുവാനായിട്ടുള്ളത്? ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതം, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിലയേറിയത് എന്ന് ഞങ്ങൾ കാണുന്നത് എന്താണ്? അതിനെ നിനക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ഞങ്ങൾക്കിടയാക്കണമേ. ഞങ്ങളുടെ അഹംഭാവമായിരിക്കാം കർത്താവെ നിൻ്റെ മുമ്പാകെ സമർപ്പിക്കേണ്ടത്. അത് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഈഗോ അത് ഹർട്ട് ചെയ്യപ്പെടുന്നെങ്കിൽ അത് കർത്താവിൻ്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാത്തതിലൂടെയാണ്. അത് സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കപ്പെടുവാനായിട്ട് തുടങ്ങും. നമ്മൾ കുറഞ്ഞ് കർത്താവിൻ്റെ നാം ഉയർത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഓരോ നന്മയുടെ പ്രവർത്തികളും എന്നും ഓർമ്മിക്കപ്പെടുന്നതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ അവ വിലയുള്ളതാണ്. ദൈവത്തോട് വളരെയധികം നമ്മളൊക്കെ കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി കടപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ രക്ഷയുടെ അനുഭവത്തിൽ ഈ സ്ത്രീയെ സംബന്ധിച്ചോളം അവളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉള്ള സമർപ്പണം അതെപ്പോഴും ലോകത്തിന് മുഴുവൻ ഒരു മാതൃകയായി, സുവിശേഷത്തിന് സാക്ഷ്യമായി
എടുത്തുപയോഗിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവനാമത്തിന് വേണ്ടി ജീവിച്ച് പ്രവർത്തിപ്പാൻ കർത്താവിൻ്റെ കൃപ നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുമാറാകട്ടെ.